നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുയർന്ന വളരെ പ്രധാനപ്പെട്ട ചർച്ചകളുണ്ട്. ഇതിൽ ഇന്ത്യ എവിടെ കിടക്കുന്നു എന്ന ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ബർമ്മ ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നത് 1948 ഈ ചുമന്നു കിടക്കുന്ന ഭാഗം മ്യാൻമാറിൽ നിന്നുള്ള കുടിയേറ്റമാണ്, അഭയാർത്ഥി പ്രവാഹമാണ് ലോകത്തെ ഏറ്റവും വലിയ മതപീഡനം എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഐക്യരാഷ്ട്ര സംഘടനയുടെ റെഫ്യൂജി കൗൺസിലാണ്. അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നം, ഇന്ത്യയുടെ അയൽരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ മതപീഡനം ഏതാ എന്ന ചോദ്യം ഒരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒറ്റ ലോജിക്കലായുള്ള ഉത്തരമേ ഉള്ളൂ. ദാറ്റ് ഈസ് മ്യാൻമാർ. അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 1948 വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശം, അതിനുശേഷം വേർപെട്ടു പോകുന്ന ഒരു പ്രദേശം. ആ വേർപെട്ടു പോകുന്ന പ്രദേശം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ് ബർമയെ ഒരു സെപ്പറേറ്റ് ആയ ഒരു പ്രൊവിൻസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് 1948 വരെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ടെറിട്ടറിയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശം. അവിടെയും അത് ഫിറ്റ് ചെയ്യും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരാം. ഞാൻ പറഞ്ഞത് ഈ ഭൂപടം കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ എന്തുകൊണ്ടാണ് സെലക്റ്റീവായ 3 രാജ്യങ്ങൾ വന്നത് എന്ന ചോദ്യത്തിന് ഒരു റീസണബിൾ ആയ ഒരു ഉത്തരം നൽകാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് നമ്മൾ ജനുവരി 22-ാം തീയതി കാത്തിരിക്കുന്നത്. എന്റെ ചില സംശയങ്ങൾ ഞാൻ പ്രകടിപ്പിക്കാം വരുന്ന ഭാഗങ്ങളിൽ. അതിനുമുമ്പ് എനിക്ക് ഒന്നുകൂടി ഈ പശ്ചാത്തലത്തിൽ ഞാൻ തിരിച്ചു പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയാണ് ഈ മതേതരത്വ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരും ഹിന്ദുത്വ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരും തമ്മിലുണ്ടായ തർക്കം എങ്ങനെയാണ് വ്യത്യസ്ത വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് 2 വിഷയങ്ങളിൽ, ഒന്ന് മതേതരത്വത്തെക്കുറിച്ചും 2 പൗരത്വത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ വ്യത്യസ്ത ധാരകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്നുള്ളതാണ്. കുറച്ചു സമയം നമുക്ക് അവിടെ പോയതിനു ശേഷം തിരികെ വരാം. കാരണം അടിസ്ഥാനമായി ഏതൊരു നിയമത്തെയും നിർവചിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഇത്തരം വ്യവഹാരങ്ങളാണ്. ഇതിൽ സെക്യുലറിസത്തെ കുറിച്ചുള്ള ഭാഗം ചർച്ച നടക്കുമ്പോൾ 1949 ഒക്ടോബർ മാസം 17-ാം തീയതി 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് വന്നത്. നമുക്ക് പ്രിയാമ്പിളിൽ ദൈവം എന്ന് ചേർക്കണം. ഇതായിരുന്നു പ്രധാനപ്പെട്ട വാദം. പ്രിയാമ്പിളിൽ ദൈവം എന്ന് ചേർക്കണം, അതിൽ തെറ്റില്ലല്ലോ എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അന്ന് വലതുപക്ഷത്തുണ്ടായിരുന്ന സോഫ്റ്റ് ഹിന്ദു പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവർ. അതിൽ HV കമ്മത്ത് പറയുന്നു, ലെറ്റ് us begin the preamble in the name of God. നമുക്ക് പ്രിയാമ്പിൾ ദൈവത്തിന്റെ പേരിൽ തുടങ്ങിയാലോ എന്നാണ് HV കമ്മത്ത് ആവശ്യപ്പെട്ടത്. Then പണ്ഡിറ്റ് ഖുസ്രു പറഞ്ഞു, then we are showing a sectarian spirit. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വിഭാഗീയമായ ഒരു ആശയത്തെ പിന്തുടരലായിരിക്കും. കാരണം ഇന്ത്യയിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത വിഭാഗം കൂടിയുണ്ട് എന്ന തിരിച്ചറിവ് ഒരു വിഭാഗം ഭരണഘടനയിലെ നിർമ്മാണ സഭയിലെ ആളുകൾക്കുണ്ടായിരുന്നു. പണ്ഡിറ്റ് മാളവ്യ, നോട്ട് ആന്റി സെക്യുലർ ടു ബിഗിൻ വിത്ത്, ബൈ ദ ഗ്രേസ് ഓഫ് ദ ബീയിങ് ലോർഡ് ഓഫ് ദി യൂണിവേഴ്സ്. നമുക്ക് ആ പദപ്രയോഗം മാറ്റി മറ്റൊരു പദപ്രയോഗമാക്കിയാലോ? നോട്ട് ആന്റി സെക്യുലർ ടു ബിഗിൻ വിത്ത്, നമുക്ക് അങ്ങനെ പറയണ്ട. ബൈ ദ ഗ്രേസ് ഓഫ് ദ ബീയിങ്, നമ്മുടെ നിലനിൽപ്പിന് ആധാരശിലയായവനെ, ലോർഡ് ഓഫ് ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ നാഥനെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭരണഘടനയിൽ നിർമ്മാണ സഭയിൽ ഒരു തീരുമാനമെടുത്ത് പ്രിയാമ്പിൾ തുടങ്ങിയാലോ? പക്ഷേ രാജേന്ദ്ര പ്രസാദ് പറയുന്നു, against the spirit as there is provision for the affirmation along with oath. അത് രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ് പിൽക്കാലത്ത് രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രീയ നിലപാടുകൾ നമുക്കറിയാം. പക്ഷെ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന വളരെ ലീഗലായ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അഫർമേഷൻ എന്ന് പറയുന്നത് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഓത്തും അഫർമേഷനും ഉണ്ട്. ഓത്ത് ദൈവനാമത്തിലുള്ളതും അഫർമേഷൻ ദൃഢപ്രതിജ്ഞയുമാണ്. ദൃഢപ്രതിജ്ഞ ഉൾപ്പെടുത്തണമെങ്കിൽ പ്രിയാമ്പിൾ ഇങ്ങനെ തുടങ്ങാൻ കഴിയില്ല എന്ന് രാജേന്ദ്ര പ്രസാദിന്റെ വാലിഡായ ആർഗ്യുമെന്റ് ആണ്. പണ്ഡിറ്റ് മാളവി ഇരുന്നു, പണ്ഡിറ്റാണ് പക്ഷേ ഇരുന്നു. സക്സേന, ഈവൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ഇറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൽ അയർലൻഡിൽ നിന്ന് നിങ്ങൾ ഒരുപാട് എടുത്തിട്ടില്ല. ഇന്ത്യയുടെ ആത്മാവിനെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അയർലൻഡിൽ നിന്നല്ലേ? സക്സേന ചോദിക്കുന്നു. ആ ഇന്ത്യയുടെ ആത്മാവിന്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കണ്ടെത്തിയിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണെങ്കിൽ ആ അയർലൻഡിന്റെ ഭരണഘടനയുടെ തുടക്കം നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് ചോദിക്കുന്നു. പൂർണിമ ബാനർജി പറയുന്നു, നോട്ട് ടു പുട്ട് us to the embarrassment of having to vote upon God. അങ്ങനെ വന്നാൽ ദൈവത്തിന്റെ പേരിൽ വോട്ടിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടാവും. അത് ഒഴിവാക്കി തരണം മാന്യ മെമ്പർ എന്നാണ് പറയുന്നത് പൂർണിമ ബാനർജി എന്ന് പറയുന്ന സ്ത്രീ. നോക്കൂ, ഒടുവിൽ കമ്മത്തിന്റെ ഈ അമെന്റ്മെന്റിനെ പരാജയപ്പെടുത്തുകയാണ്. 68-41 ഓർമ്മിക്കേണ്ടത് ആ നമ്പറാണ്. 41 പേർ ദൈവനാമത്തിൽ ഇന്ത്യൻ പ്രിയാമ്പിൾ തുടങ്ങാമെന്ന് അനുകൂലിച്ചിരുന്ന, ഭേദഗതി അനുകൂലിച്ചിരുന്നവരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അതിലൊട്ടും അത്ഭുതപ്പെടാനില്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അതിൽ പാർഷ്യൽ നോമിനേഷനും പാർഷ്യൽ ഇലക്ഷനുമായിരുന്നു. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ 545 പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, തിരുവിതാംകൂറിൽ നിന്ന് പോയ 6-9 പേരടക്കം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 പേർ അവസാനം വിഭജനത്തിന് ശേഷം ഉണ്ടാകുമ്പോൾ അതിൽ 70-73 പേർ പ്രിൻസിലി സ്റ്റേറ്റുകളെ പ്രതിനിധീകരിച്ചു വരുന്നവരാണ്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചു വരുന്നവൻ സോഷ്യലിസ്റ്റ് ആയിരിക്കുമെന്ന് സങ്കല്പിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിന് എന്തോ കുഴപ്പമുണ്ടാവണം. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചു വരുന്നവന് ഏതെങ്കിലും ദൈവവിശ്വാസമില്ലായ്മയുണ്ടെങ്കിലും നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. രാജാവിന്റെ
ഭക്തനായിട്ടാണ്, രാജഭക്തായ ഒരാളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തുന്നത്. അവരിൽപ്പെട്ടവരാണ് ഈ 41 പേർ എന്നത് മറന്നു പോകരുത്. പക്ഷേ മറുഭാഗത്ത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നവരിൽ 68 പേരുണ്ടായിരുന്നു എന്നതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രിയാമ്പിളിൽ ഇൻ ഗോഡ് എന്ന ആശയം നഷ്ടപ്പെട്ടു പോവുകയും വി ദ പീപ്പിൾ എന്ന ആശയം അമേരിക്കയിൽ നിന്ന് പ്രിയാമ്പിൾ കടമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ ഈ ഡിബേറ്റ് തുടരുന്നു. ഞാൻ ഡിബേറ്റ് വളരെ പെട്ടെന്ന് വിട്ടിട്ട് നമുക്ക് പൗരത്വത്തിലേക്ക് വരാം, സമയം അതിക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട്. പൗരത്വത്തിലേക്ക് വരുമ്പോൾ ഒരു പദം കൂടി, ഒരു സങ്കല്പം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 2 വാക്കുകളാണ്. യൂസാങ്ക്യുനസ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ബ്ലഡ്, ഡീസന്റ്, നമ്മളുടെ പിന്തുടർച്ച, അച്ഛൻ, അമ്മ, രക്തം, ഈ നാട്ടിൽ ജനിച്ചു. ലോ ഓഫ് സോയിൽ, നാട്ടിൽ ജനിച്ചു എന്നുള്ളതാണ്. മറ്റത് രക്തബന്ധം, ആരുടെ മക്കൾ, ഇത് നാടിന്റെ മക്കൾ, ഏത് നാട്ടിൽ ജനിച്ചു എന്നുള്ളതാണ് ലോ ഓഫ് സോയിൽ അഥവാ യൂസ് സോളിസ്. ഒരു പൗരത്വത്തെ നിശ്ചയിക്കുന്നതിന് ലോകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പാരാമീറ്ററുകൾ ഇത് 2 ഇതിന്റെ വ്യത്യസ്ത അനുപാതമോ ആണ്. ഒന്നുകിൽ നിങ്ങൾ ആ രാജ്യത്ത് ജനിക്കുക, യു സോളിസ് പിന്തുടരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് കാനഡ. അമേരിക്കയിൽ നിങ്ങൾ ജനിച്ചാൽ നിങ്ങൾ അമേരിക്കൻ പൗരനാണ്. സോ ലോ ഓഫ് ലാൻഡ്, ഏത് ലാൻഡിൽ ജനിച്ചോ അത്. പക്ഷെ കാനഡയിലും അത് തന്നെ. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സ്റ്റാർ ഇട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1986 പൗരത്വ നിയമ ഭേദഗതിയിൽ, 55 പൗരത്വ നിയമ ഭേദഗതിയിൽ ആദ്യ അമെന്റ്മെന്റ് വരുന്നതുവരെയും നമ്മൾ പിന്തുടർന്നു വന്നിരുന്നത് യു സോളിസ് കൂടിയാണ്. ഇന്ത്യയിൽ ഒരു പൗരൻ, ഇന്ത്യയിൽ ഒരാൾ ജനിച്ചാൽ അയാൾ വിദേശിയുടെ മകനാണെങ്കിൽ പോലും ഇന്ത്യയിൽ ഒരാൾ ജനിച്ചാൽ അയാൾ വോളണ്ടറി ആയിട്ട് ഇന്ത്യയിൽ പൗരത്വം ആവശ്യപ്പെട്ടാൽ അയാൾക്കത് കിട്ടും. 1986 വരെ, അല്ലെങ്കിൽ 86 വരെ യു സോളി എന്ന പ്രിൻസിപ്പിൾ. 1986 ഈ പ്രിൻസിപ്പിൾ റദ്ദു ചെയ്യുന്നത് കോൺഗ്രസ് സർക്കാരാണ്. 1986 ദ ഫസ്റ്റ് അമെന്റ്മെന്റ് ഓൺ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. 1955 നിയമത്തിൽ ആദ്യം വന്ന ഭേദഗതി പ്രകാരം അത് റദ്ദു ചെയ്യപ്പെടുന്നു. പിന്നീട് എന്തായി മാറി? യൂസ് ആൻഗുനസ് മാത്രമായോ? അല്ല, റെസ്ട്രിക്റ്റഡ് യൂസ് ആൻഗുനസും റെസ്ട്രിക്റ്റഡ് യൂസ് സോളിസും ഒരുമിച്ചാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. ഇതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. അല്പസാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാം അടുത്ത ഭാഗത്ത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ 2 പ്രിൻസിപ്പിൾസും വർക്കൗട്ട് ചെയ്യുന്നതിൽ യൂസ് സോളി പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ കടും നീല നിറത്തിൽ കാണുന്നത്. വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഇന്ന് യൂസ് സോളിസ് പിന്തുടരുന്നുള്ളൂ. നിങ്ങൾ രാജ്യത്ത് ജനിക്കുക, അതുകൊണ്ട് ആ രാജ്യത്തെ പൗരനാവുക. ഇന്ത്യയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്യപ്പെട്ട, യൂസ് സോളിസ് അബോളിഷ് ചെയ്യപ്പെട്ട രാജ്യമാണ്. ഇളം നീലയിൽ കാണപ്പെടുന്നത്, കടും നീല നിറത്തിൽ കാണപ്പെടുന്നത്. ബാക്കി നിറമില്ലാത്ത എല്ലാ ഭാഗങ്ങളും പിന്തുടരുന്നത് വ്യത്യസ്ത തലത്തിലുള്ള ഇതിന്റെ കോമ്പിനേഷൻസ് ആണ്. യൂസ് ആൻഗുനസും യൂസ് സോളിയുമാണ് വ്യത്യസ്ത തലങ്ങളിലായിട്ട്, കോമ്പിനേഷനുകളിലായിട്ട് വർക്കൗട്ട് ചെയ്തത്. പൗരത്വത്തെ അന്തർദേശീയ തലത്തിൽ നിശ്ചയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ ഇന്ത്യയിൽ എന്ത് സ്വീകരിക്കണം? ഇന്ത്യയിൽ ഈ യു സോളിസ് വേണോ, യു സാൻഗുനസ് വേണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെ അഡ്രസ് ചെയ്തു എന്നത് കൂടി നമുക്കൊന്ന് നോക്കണം. ഇതിൽ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും കൂടുതൽ സമയം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 21 വേണ്ടിയായിരുന്നു ഒരു ഘട്ടത്തിൽ. പിന്നീട് ആർട്ടിക്കിൾ 25 ആയിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം റിലേറ്റീവ്ലി ചെലവഴിച്ചത് പാർട്ട് 2 ഫ്രം ആർട്ടിക്കിൾ 5 ടു ആർട്ടിക്കിൾ 11. ഇന്ത്യൻ ഭരണഘടനയിലെ 2ാം പാർട്ടിൽ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായത്. 3 ദിവസം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വിഷയത്തിൽ പല തരത്തിലുള്ള ഭേദഗതികൾ പാസാക്കി ചർച്ച ചെയ്തു. 1949 ഓഗസ്റ്റ് 10, ഓഗസ്റ്റ് 11, ഓഗസ്റ്റ് 12 ഈ 3 ദിവസം. അതിലേറ്റവും ശ്രദ്ധേയനായ ഒരു താരമായിരുന്നു PC ദേശ്മുഖ്. PC ദേശ്മുഖിന്റെ വാദങ്ങൾ വളരെ പ്രസക്തമാണ്, ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു വിമർശനം, ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഈ ഭരണഘടനാ നിർമ്മാണ സഭ പൗരത്വത്തെ അടിസ്ഥാനമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള അവകാശം പാർലമെന്റിന് വിട്ടുകൊടുക്കുന്നു എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. പക്ഷേ അതിന്റെ ഭാഗമായി തുടർന്ന് വന്ന ചർച്ചകളിൽ ചിലതിൽ നീരസം പൂണ്ടിട്ട് PC ദേശ്മുഖ് എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പൗരത്വം ഏറ്റവും വിലയില്ലാത്ത ഒന്നാക്കി മാറ്റാൻ പോകുന്നു, ആർക്കും എപ്പോഴും വന്നാൽ ലഭിക്കാവുന്ന ഒന്നാക്കി മാറ്റുന്നു ഇന്ത്യൻ പൗരത്വത്തെ എന്നാണ് PC ദേശ്മുഖ് പറഞ്ഞത്. Therefore, I do not like citizenship to be made so cheap or so easily obtainable, because once you do it in this constitution, it will be very difficult for you to go back on it. നിങ്ങൾ ഇപ്പോൾ അങ്ങനെ, അതായത് ഏതൊരു പൗരനും, ഇന്ത്യൻ മണ്ണിൽ ജനിച്ച് ഏതൊരു പൗരനും ഇന്ത്യക്കാരനാകാമെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ഇന്ത്യൻ പൗരത്വം വളരെ ചീപ്പായിട്ട് കണക്കാക്കപ്പെടും. മറ്റ് ലോകരാഷ്ട്രങ്ങളെക്കാൾ ഏറ്റവും എളുപ്പം പൗരത്വം നേടാൻ കിട്ടാൻ രാജ്യമായിട്ട് മാറ്റപ്പെടും. പക്ഷെ അദ്ദേഹം പറഞ്ഞ അതിനേക്കാൾ വലിയ പ്രശസ്തമായ വാക്കുന്നുണ്ട്. ഇഫ് ദ മുസ്ലിംസ് വാണ്ട് an exclusive place for themselves called Pakistan, why should not Hindus and Sikh have India as their home? പാകിസ്ഥാനും മുസ്ലിം രാജ്യങ്ങൾ സ്വാഭാവികമായ മതരാഷ്ട്രമായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ
എന്തുകൊണ്ട് ഹിന്ദുവിനും സിഖിനും തെരഞ്ഞെടുത്തുകൂടാ ഇന്ത്യയെ ഒരു രാഷ്ട്രമായി, ഒരു ഹോംലാൻഡായി തെരഞ്ഞെടുത്തുകൂടാ എന്ന ചോദ്യം. PC ദേശ്മുഖ് 1949 ഓഗസ്റ്റ് 11 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചോദിച്ച ചോദ്യം പലവട്ടം, പലതവണ, പല രൂപത്തിൽ ടെലിവിഷൻ ചർച്ചകളിൽ നമ്മൾ കേൾക്കുന്നു. 2020 എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. PC ദേശ്മുഖിനെ അന്ന് വിവരവും ബോധ്യവും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ കുറിച്ച് ഉറച്ച ആശയബോധ്യതയും വ്യക്തതയുമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തള്ളിക്കളഞ്ഞു. PC ദേശ്മുഖിന് മറുപടിയായി വന്നവരുണ്ട്. ഇത് നോക്കൂ, ആ വാചകങ്ങൾ കൃത്യമായി വായിക്കണം. എത്രമാത്രം വിഷലിപ്തമായ, എത്രമാത്രം കമ്മ്യൂണലായ ആർഗ്യുമെന്റുകളാണ് പൗരത്വത്തെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വോട്ടിനിട്ട് തള്ളിയതാണ് സാർ. ദിസ് ഇസ് മൈ സിമ്പിൾ സബ്മിഷൻ. 1949 ഓഗസ്റ്റ് മാസം ഇന്ത്യൻ ഭരണഘടനയിലെ നിർമ്മാണ സഭ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും നമ്മൾ പുതുതായി ചർച്ച ചെയ്യുന്നില്ല. അന്ന് വോട്ടിനിട്ട് തള്ളിയത് ഇന്ന് വോട്ടിനിട്ട് പാസ്സാക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് എന്തോ അപകടകരമായ രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് പകരം വയ്ക്കാനില്ലാത്ത ജനാധിപത്യത്തിന്റെ, അല്ലെങ്കിൽ മാറിപ്പോയൊരു ജനാധിപത്യ ബോധത്തിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു. ഞാനത് തുടരുന്നു. We merely say that we have no other country to look to for acquiring citizenship rights, and therefore we the Hindus and the Sikhs, so long as we follow respective religions, should have. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ഹിന്ദുവും സിഖുകാരനുമായി ഞാൻ തുടരുന്നിടത്തോളം കാലം have the right of citizenship in India and should be entitled to retain such a citizenship so long as we acquire no other citizenship. മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് നമ്മൾ സ്വയം ആർജിക്കുന്നതുവരെ ലോകത്തെമ്പാടുമുള്ള ഹിന്ദുവിനും ലോകത്തെമ്പാടുമുള്ള സിഖുകാരനും ഇന്ത്യൻ പൗരത്വം കൊടുക്കണം. കാരണം അവന്റെ ഹോംലാൻഡ് ആണ് ഇത് എന്നുള്ളതാണ്. PC ദേശ്മുഖ് വായിച്ച പുസ്തകത്തിന്റെ പേര് BD സവർക്കർ എഴുതിയ പുസ്തകമാണ്, ഹു ഈസ് എ ഹിന്ദു എന്ന പുസ്തകമാണ്. കാരണം ഹോംലാൻഡിനെ കുറിച്ചും ഫാദർലാൻഡിനെ കുറിച്ചുമുള്ള ഏറ്റവും സുവ്യക്തമായ വിശദീകരണം നടന്നിരിക്കുന്ന പുസ്തകമാണത്. PC ദേശ്മുഖിന്റെ ആർഗ്യുമെന്റ്. ദെൻ പല പല ആർഗ്യുമെന്റിലേക്ക് പോകുന്നു. അതിനുശേഷം അതിന് മറുപടി ബ്രജേശ്വർ പ്രസാദ് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് വീണ്ടും BC ദേശ്മുഖിന്റെ സുഹൃത്തായ മറ്റൊരു ജസ്പാത് റോയ് കപൂർ എഴുന്നേൽക്കുന്നു. അദ്ദേഹം പറയുന്നു, വൈ ഈസ് ഇറ്റ് സർ ദാറ്റ് ഐ കൺസിഡർ ഇസ് ഒബ്നോക്ഷ്യസ്. ഈ നിയമത്തെക്കുറിച്ച് എനിക്ക് ചില ആശങ്കകളുണ്ട്. പൗരത്വത്തിന്റെ ഭാഗത്തെക്കുറിച്ച്. It says that those persons who migrated from India to Pakistan after 19th July 1948, they came back to India after obtaining a valid permit from our embassy or high commissioner. It should be open to them to get themselves registered as citizens of this country. It is a serious matter of principle. Once a person has migrated to Pakistan and transferred his loyalty from India to Pakistan, his migration is complete. ആർഗ്യുമെന്റ് ടെക്നിക്കലാണ്. ഒന്ന് ഞാൻ പറയാം. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷനായി വിഭജിക്കപ്പെട്ട് പലായനം നടക്കുമ്പോൾ, ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്തെ പലായനം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. അവരവിടെ ഒരു വർഷം താമസിച്ച ശേഷം അവർക്ക് മനസ്സിലായി പാകിസ്ഥാൻ ഈസ് നോട്ട് കംഫർട്ടബിൾ ഫോർ ദം. അവർക്ക് തിരികെ ഇന്ത്യയിലേക്ക് വരണം. പാകിസ്ഥാനിൽ നിന്ന് ആരെങ്കിലും ഇന്ത്യയിലേക്ക് തിരികെ വരികയാണെങ്കിൽ ആ തിരികെ വരുന്നവരെ സ്വീകരിക്കണം എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അന്ന് ജസ്പത് റോയ് കപൂർ പറയുന്നത് നോ, കൊടുക്കരുത് എന്നാണ്. അവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. കാരണം അവർ സ്വയം ഇഷ്ടപ്രകാരം സ്വന്തം മതരാഷ്ട്രം തെരഞ്ഞുപിടിച്ചു പോയി പാകിസ്ഥാനിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നമ്മൾ എന്തിനവരെ സ്വീകരിക്കണം? അതിൽ അദ്ദേഹം പറയുന്ന ഫ്ലിംസി ഒരു ആർഗ്യുമെന്റ് കൂടിയുണ്ട്. നമ്മളുടെ ഇന്ത്യൻ സഹോദരങ്ങൾ അവരുടെ സ്വന്തമാക്കിയ സ്വത്തുക്കൾ അവർക്ക് തിരിച്ച് വീതിച്ചു കൊടുക്കേണ്ടി വന്നാലോ എന്നുകൂടി ഒരു ആർഗ്യുമെന്റ് കൊടുക്കുന്നുണ്ട്. ഇതിന് ബ്രജേശ്വർ പ്രസാദ് ഏറ്റവും ഒടുവിൽ നല്ലൊരു ഗംഭീരമായ മറുപടി കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. സോ ഈ ജസ്പത് റോയ് കപൂറും ദേശ്മുഖും ഉന്നയിച്ച കമ്മ്യൂണലായ ആർഗ്യുമെന്റുകളെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തള്ളിക്കളയുന്നു. ബ്രജേഷ് പ്രസാദ് മറുപടി പറയുകയാണ്. ബ്രജേശ്വർ പ്രസാദ്, സർ, the provision has been attacked by Sri Jaspat Roy Kapoor on the ground that it will provide an opportunity for spies and adventurers to come to this country. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വർഷത്തിന് ജസ്പത് റോയ് പറയുന്നു, പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ളവർ പിന്നീട് തിരികെ വന്നാൽ അവർ ചതിയന്മാരും ഒറ്റുകാരന്മാരുമായിരിക്കും എന്നാണ് ജസ്പത് റോയ് പറയുന്നത്. പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വരുന്നവർ. അതിനാണ് ബ്രജേശ്വർ പ്രസാദ് പറയുന്നത്, സർ, Sri Jaspat Roy Kapoor on the ground that it will provide an opportunity for spies and adventurers to come to this country. But my view is that Muslims of this country are as loyal to the state as Hindus. പറയുന്നത് ആരാണ്? ബ്രജേശ്വർ പ്രസാദ്. ഒരു മഹല്ല് കമ്മിറ്റിയിലും അംഗമല്ലാത്ത ബ്രജേശ്വർ പ്രസാദ് പറയുന്നു, ദിസ് മുസ്ലിംസ് ആർ as loyal as Hindus to India. ഡിബേറ്റ് നടക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അല്ലെന്ന് ഓർമ്മിക്കണം. ഇന്ത്യയിൽ ആനന്ദ് ശർമ്മ എഴുന്നേറ്റ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ് ഈ ബില്ലെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ അമിത്ഷായ്ക്കുള്ള മറുപടി കൊടുത്തത് ഇന്ത്യൻ പാർലമെന്റിൽ ആനന്ദ് ശർമ്മയാണ്. പക്ഷെ അതിനേക്കാൾ തീവ്രമായ ചർച്ച ഇതേ വിഷയത്തിൽ നടന്നത് ഈ പറയുന്ന ശ്രീ ബ്രജേശ്വർ പ്രസാദിന്റെ ആർഗ്യുമെന്റ് ആണ്. അവര് they are as loyal as Hindus. On the other hand, I agree with the statement made by the Prime Minister at a different place that security of India today is
menaced not by Muslims but by Hindus. ഇന്ത്യയുടെ സുരക്ഷയെ ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മറ്റെവിടെയോ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ് എന്ന ആർഗ്യുമെന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ശ്രീ ബജേശ്വർ പ്രസാദ് ഈ ജസ്പത് റോയ് കപൂറിനും ദേശ്മുഖിനുമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ഹീറ്റഡ് ഡിബേറ്റ് ആണ്, ഞാനതെല്ലാം വായിക്കാൻ നിൽക്കുന്നില്ല. വളരെ വലിയ ഹീറ്റഡ് ഡിബേറ്റ് നടക്കുന്നു. ശ്രീ ജസ്പത് റോയ് കപൂറും ബജേശ്വർ പ്രസാദും തമ്മിലുള്ള ഹീറ്റഡ് ഡിബേറ്റ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആയിട്ട് അനന്തശയനം അയ്യങ്കാറൊക്കെ ചോദിക്കുന്നുണ്ട്, ഇയാളുടെ ആർഗ്യുമെന്റ് സഹികിട്ട് വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇത്തരം ആർഗ്യുമെന്റുകൾ ഉന്നയിക്കുന്ന സമയത്ത് നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. വളരെ നീണ്ട ഒരു സംഭവമാണ്. മഹബൂബ് അലി ബെയ്ഗ് സാഹിബ് പറയുന്നുണ്ട്, ഐ നോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ് അറ്റ് ഓൾ. ദ ക്വസ്റ്റൻ ഓഫ് എ പേഴ്സൺ ഹു മൈഗ്രേറ്റ്സ് ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ ഈസ് എ വെരി ടച്ചി ക്വസ്റ്റൻ. പീപ്പിൾ ഹാവ് ബിക്കം എക്സൈറ്റഡ് ഓവർ ഇറ്റ് ആൻഡ് ആൾസോ സെന്റിമെന്റൽ ആൻഡ് അഗ്രസീവ്. ഇറ്റ് ഈസ് ഓൾ അൺനെസസറി ഫോർ us. ഈ മെഹബൂബ് അലി ബെയ്ഗ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ ഈ ചർച്ചയ്ക്ക് വരാനുള്ള സാഹചര്യം തന്നെ എന്നെ വേദനിപ്പിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, വിഭജനത്തിന്റെ സമയമാണ്. നിങ്ങളിൽ പലർക്കും രാഷ്ട്രീയമായി നഷ്ടപ്പെടുന്നത് സംഭവിച്ചിട്ടുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരിക്കുന്നവർ കുറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഐ അഗ്രി. പക്ഷെ ഡോണ്ട് ടേക്ക് സച്ച് എ ഡിസിഷൻ ഔട്ട് ഓഫ് ഇമോഷൻ. ഔട്ട് ഓഫ് ഇമോഷൻ നിങ്ങളൊരു തീരുമാനമെടുക്കരുത് എന്നാണ് മെഹബൂബ് അലി ബെയ്ഗ് സാഹിബ് വാൺ ചെയ്തത്. ഇതിൽ മഹാത്മാഗാന്ധിയുടെ കാര്യം ഒക്കെ പറയുന്നുണ്ട്. വളരെ ഐ ആം വെരി മച്ച് സർപ്രൈസ് ടു ഹിയർ ദാറ്റ് സച്ച് പേഴ്സൺസ് ഹു ആർ കമ്മിങ് ബാക്ക് മേ ബി ട്രൈറ്റേഴ്സ്. ഇതിനൊക്കെ അദ്ദേഹം വേദനയോടുകൂടി വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടുകൂടിയാണ് സാഹിബ് പറയുന്നത്. ഞങ്ങൾ പാകിസ്ഥാനിൽ പോയി മടങ്ങി വരുന്ന മുസ്ലിങ്ങൾ ഒറ്റുകാരായിരിക്കും, ട്രൈറ്റേഴ്സ് ആയിരിക്കും തുടങ്ങിയ ആർഗ്യുമെന്റിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ അതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറയുന്നു, ആഫ്റ്റർ ജൂലൈ 1948, that is about a year ago, we put in some kind of inquiry and a magistrate who normally has prima facie evidence will register them. നിങ്ങൾ ഈ ചർച്ചയൊക്കെ ചെയ്തത് മനസ്സിലായി. എല്ലാ വികാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒരു മജിസ്ട്രേറ്റ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിങ്ങളുടെ രേഖകൾ പരിശോധിച്ച് അദ്ദേഹം ട്രൈറ്റർ ആണോ, അദ്ദേഹം യഥാർത്ഥത്തിൽ വില്ലിംഗ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതാണോ എന്ന് തീരുമാനിക്കും. പക്ഷെ അതിൽ ഏറ്റവും ക്ലാസിക് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത് ഏറ്റവും ലാസ്റ്റ് സെന്റൻസിലാണ്. യു കനോട്ട് ഹാവ് റൂൾസ് ഫോർ ഹിന്ദുസ്, ഫോർ മുസ്ലിംസ് ഓർ ഫോർ ക്രിസ്ത്യൻസ് ഓൺലി. ഇറ്റ് ഈസ് അബ്സർഡ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്. ഈ ആർഗ്യുമെന്റ് സമ്മപ്പ് ചെയ്തുകൊണ്ട് എല്ലാ അമെന്റ്മെന്റുകളും തള്ളിക്കളഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറയുന്നതാണ്, നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, ഐ അഗ്രി വിത്ത് ദാറ്റ്, ഐ അഗ്രി വിത്ത് ഓൾ ഇമോഷൻസ്. പക്ഷേ പ്രായോഗികമായി നിങ്ങൾക്ക് അങ്ങനെ രാജ്യസുരക്ഷ ഭീഷണിയിലാകുമെന്നൊരു ഭയമുണ്ടെങ്കിൽ അതും അഡ്രസ് ചെയ്യാം. ഒരു മജിസ്ട്രേറ്റ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ചാരനെ ഇന്ത്യയിലേക്ക് കടത്താതിരിക്കാൻ അയാൾ വഴിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ രേഖകൾ പരിശോധിച്ചോട്ടെ, അഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ ഒരു പൗരത്വത്തിന്റെ ഒരു ഭേദഗതി ഉണ്ടാക്കുമ്പോൾ, പൗരത്വത്തിന്റെ ഒരു ഭരണഘടനാ പ്രിൻസിപ്പിൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു മതത്തിന്റെ പേര് ചേർക്കാൻ കഴിയില്ല എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഐ കൺസിഡർ ദിസ് ഇസ് ദ ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ പൗരത്വത്തിന്റെ ഗോൾഡൻ പ്രിൻസിപ്പിൾ ആണ്. ഇഫ് യു മേക്ക് എ റൂൾ, യു ഷുഡ് നോട്ട് മേക്ക് ഇറ്റ് എ സെക്ടേറിയൻ, യു കനോട്ട് മേക്ക് ഇറ്റ് എ കമ്മ്യൂണൽ എന്നുള്ള ആർഗ്യുമെന്റിലാണ് നിൽക്കുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അതിനുശേഷം പറയുന്നു, വി ആർ പ്ലൈറ്റഡ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് എ സെക്യുലർ സ്റ്റേറ്റ്. ഒരു മതേതര രാജ്യത്തിന് വേണ്ടി ബാധ്യസ്ഥരായവരാണ് നമ്മൾ. We may make a distinction between people who have voluntarily and deliberately chosen another country as their home and choose who want to retain their connection with this country. But we cannot, on any racial or religious or other grounds, make a distinction between one kind of persons with another or one sect of persons and another sect of persons. ഒരു വിഭാഗം ആളുകളെയും മറ്റൊരു വിഭാഗം ആളുകളെയും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ഒടുവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടാണ് സഭയിൽ എല്ലാവരും കൂട്ടത്തോടെ കൈയടിച്ച സെന്റൻസ് വരുന്നത്. റൈറ്റ് കപൂർ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഹിന്ദു സഹോദരങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഭീഷണി ഉണ്ടാവും എന്ന് പറഞ്ഞ ആർഗ്യുമെന്റിന്, വി ആർ നോട്ട് എ നേഷൻ ഓഫ് ഷോപ്പ് കീപ്പേഴ്സ്. കടയുടമകളുടെ രാജ്യമല്ല സാർ ഇന്ത്യ. വി cannot dethrone God and worship Mammon. Whatever the economic consequence may be, we want to stand on certain principles. രാജ്യത്തിന് സാമ്പത്തികമായി എത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ചില നിയമങ്ങൾക്കും ചില തത്വങ്ങൾക്കും പുറത്ത് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. It is only by strict adherence to certain moral principles that nation progress. ചില മോറൽ പ്രിൻസിപ്പിൾസ്, ധാർമ്മികമായിട്ടുള്ള ആശയങ്ങളുടെ അടിത്തറയിലാണ് സാർ ചില രാജ്യങ്ങൾ നിൽക്കുന്നത് എന്നാണ് ബ്രജേശ്വർ പ്രസാദ് പറയുന്നത്. I love this gentleman. What kind of argument he is put forwarding? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ, ഭരണഘടനാപരമായ ധാർമ്മികതയുടെ ആശയങ്ങൾ ഉൾച്ചേർന്ന ഒരു പ്രസംഗം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഈ രാജ്യം ബിസിനസ്സുകാരുടെയും ഷോപ്പ് കീപ്പേഴ്സിന്റെയും നാടല്ല, ഒരു ദൈവത്തിന്റെ നാടല്ല. ഇവിടെ നിങ്ങൾക്ക് വിഭജിക്കാനാവില്ല. ഏതുതരം സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ വന്നാലും നമുക്ക് ചില ധാർമ്മികമായ വ്യവസ്ഥകളെയും ധാർമ്മികമായ മൂല്യങ്ങളെയും മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഇൻ എ സിംഗിൾ സെന്റൻസ് ഐ സേ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് തള്ളിക്കളഞ്ഞ ആശയങ്ങളെ ഇന്ത്യൻ പാർലമെന്റ് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് എന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും അധികം ഡിബേറ്റുകൾ പറഞ്ഞത്. സോ ദ ജസ്റ്റ് ഈസ് ദ സെയിം.
ജസ്റ്റിസ് ദ സെയിം. ആരെയാണോ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആരെയാണോ ട്രൈറ്റർ എന്ന് വിശേഷിപ്പിച്ചത്, ആരെയാണോ എനിമി ഏലിയൻ എന്ന് വിശേഷിപ്പിച്ചത്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒബ്ജക്ഷനാണ് ഇപ്പോഴും അതേപടിയും ഒരു പുതിയ നിയമമായി, നിയമത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമമായി പാർലമെന്റിന്റെ